ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യും. സ്വർണം ചെമ്പാക്കിയതിൽ ശങ്കർദാസിനും തുല്യ പങ്കാളിത്തമെന്നാണ് കണ്ടെത്തൽ. ഇത് തരവിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ മെമ്പർ ശങ്കർദാസും അറിഞ്ഞുട്ടാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, അതായത് നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു, പിന്നീട് മുരാരി ബാബു, അതിനുശേഷം സുധീഷ് വന്നു, ബൈജു വന്നു, പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട 2 പേർ, ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന 2 പേർ, CPM-മായി വളരെ ചേർന്ന് നിൽക്കുന്ന 2 പേർ, A. പത്മകുമാറും N. വാസുവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മുഖ്യമന്ത്രി SIT സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും മറ്ററസ്റ്റുകളിലേക്ക് പോകരുത്, കടകംപള്ളി, വാസവൻ, PS പ്രശാന്ത് ഒക്കെ അവിടെ സംശയമുനയിൽ നിൽപ്പുണ്ട്, പോകരുത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും മറ്റൊരാളെയും പ്രതിപ്പട്ടികയിലേക്ക് കൊണ്ടുവന്നേക്കും എന്ന വാർത്തകൾ വന്നത്. ഇന്നിപ്പോൾ രാജീവ് അത് ബ്രേക്ക് ചെയ്യുന്നു, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യും എന്ന്. വിവരങ്ങൾ. കൃഷ്ണരാജ്, ഏതായാലും വളരെ നിർണായകമായൊരു നീക്കം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. ഇനി അറസ്റ്റ് എപ്പോൾ എന്ന ചോദ്യമാണ്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സമ്മർദ്ദം അന്വേഷണ സംഘം നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് N. വാസുവിനെ അതുപോലെ തന്നെ CPM നേതാവായിരുന്ന പത്മകുമാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തത്. പത്മകുമാറിൻ്റെ അറസ്റ്റ് CPM-നുണ്ടാക്കിയ ആഘാതം വളരെ വളരെ വലുതാണ് എന്ന കാര്യം നമുക്കറിയാം. മാത്രമല്ല മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ് N. വാസു, പഴയ CPM നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റും CPM-ന് വലിയ ആഘാതം ഏൽപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അറസ്റ്റ് ഒഴിവാക്കണമെന്ന ആവശ്യം CPM-ന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നതാണ്. എന്നാൽ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇതിന് കാരണമെന്ന് പറയുന്നത് കോടതിയുടെ കൃത്യമായ ഇടപെടലാണ്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒഴിവാക്കി മുന്നോട്ട് പോയാൽ കോടതിയിൽ ഇക്കാര്യം വിശദീകരിക്കേണ്ടി വരും എന്നാണ് അന്വേഷണ സംഘം നിലവിൽ സർക്കാരിനെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം 2019 മാർച്ചിലെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് അനുസരിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണ കട്ടിളപ്പാളികൾ പിന്നീട് ചെമ്പാക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല, തങ്ങൾ ഇതിൽ പങ്കാളികളല്ല എന്നാണ് ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർ SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല പത്മകുമാറാണ് ഇതിൽ മാറ്റം വരുത്തിയത്. അതായത് സ്വർണ്ണപ്പാളികൾ വെട്ടിമാറ്റി ചെമ്പാക്കി മാറ്റിയത് പത്മകുമാറാണ് എന്നാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ SITക്ക് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ SIT പറയുന്ന അനുസരിച്ചാണെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ തിരുത്തലുകൾ വരുത്തിയതിന് ശേഷമാണ് തൊട്ടടുത്ത ദിവസം ഉത്തരവ് പുറത്തിറക്കുന്നത്. അന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ അതിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഉത്തരവിൻ്റെ പകർപ്പ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനും വിജയകുമാറിനും ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ എതിർപ്പ് അറിയിച്ചിട്ടില്ല? നേരത്തെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത് സ്വർണ്ണപ്പാളികൾ എന്നാണെങ്കിൽ അത് ചെമ്പാക്കി മാറ്റി ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ എന്തുകൊണ്ട് ഇവർ എതിർപ്പ് അറിയിച്ചില്ല എന്ന ചോദ്യമാണ് SIT മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല തൊട്ടു പിന്നാലെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണെങ്കിൽ അടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിലും ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരാറുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഉത്തരവുകൾ പുറത്തിറങ്ങിയത് എന്ന കാര്യം വിശദമാക്കണം. അപ്പോൾ വിശദമാക്കിയപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ എന്നത് ചെമ്പാക്കി മാറ്റിയുള്ള വിശദീകരണമാണ് അവിടെയും നൽകിയത്. ഈ ഉത്തരവിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്, അതിൻ്റെ മിനിറ്റ്സ് രേഖകളുണ്ട്. അതിലൊക്കെ ശങ്കർദാസും വിജയകുമാറും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്ന് അന്വേഷണ സംഘം നിലവിൽ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടിയാണ് രാജീവ്, ഏറ്റവും പ്രധാനം. കാരണം ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നടക്കുന്നു, മറ്റന്നാൾ 2ാം ഘട്ടം നടക്കുന്നു. സ്വാഭാവികമായും ഈ മാങ്കൂട്ടത്തിൽ വിഷയം സജീവമാക്കി. കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ വാർത്തകൾ സജീവമായി വന്നു. ആ നിലയ്ക്കൊക്കെ ആളുകൾ ഇത് മറന്ന മട്ടാണെന്ന ഒരു ബോധ്യത്തിലാണല്ലോ ഇടതുമുന്നണി CPM-ഉം ഒക്കെ. അങ്ങനെയെങ്കിൽ ഇനിയും വൈകാൻ സാധ്യതയില്ല. അറസ്റ്റ് ചെയ്യും. അതുപോലെ കടകംപള്ളിയും വാസവനും അടക്കം ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ അറസ്റ്റ് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ.
തീർച്ചയായും അതിനുള്ള സാധ്യതയില്ല കൃഷ്ണരാജ്. കാരണം അത്രമേൽ സമ്മർദ്ദം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് SITക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അറസ്റ്റ് ഉണ്ടാകുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള തെളിവുകൾ SITക്ക് മുന്നിൽ ഉണ്ട്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയത് ഈ 3 പേരുടെയും അറിവോടുകൂടി തന്നെയാണ്. അതിൽ തുല്യ പങ്കാളിത്തം തന്നെയാണ് 3 പേർക്കും ഉള്ളത്. അതിൽ കൂടുതൽ ആസൂത്രണം നടത്തിയത് പത്മകുമാറാണ് എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ഈ 2 ദേവസ്വം ബോർഡ് അംഗങ്ങളും കൂട്ടുനിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇടതുമുന്നണിക്ക് വലിയ തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നും CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. നമുക്കറിയാം 2018 ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാട്, ഇടതുമുന്നണിയുടെ നിലപാട്, അത് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരുന്ന CPM നിരീക്ഷിക്കുകയുണ്ടായി. CPMന്റെ നേതൃയോഗങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവുകയും പിന്നീട് CPM നേതാക്കൾ ഓരോ വീടുകളിലേക്കും എത്തി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. സമാനമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് 2018 ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യും. പക്ഷേ ഇന്നോ നാളെയോ മറ്റന്നാളോ അതുണ്ടാകാൻ സാധ്യതയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. SITക്ക് മേൽ അത്രമേൽ സമ്മർദ്ദം CPMും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ചെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അറസ്റ്റ് വയ്യും, പക്ഷെ അറസ്റ്റ് ചെയ്യും എന്ന വാർത്തയാണ് R. രാജീവ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്.